EPS പെൻഷൻ 1000 രൂപയിൽ നിന്ന് 3000 രൂപ ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഇത് വിരമിച്ച ലക്ഷക്കണക്കിന് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം നിലവിൽ പ്രതിമാസം 1000 രൂപയാണ് മിനിമം പെൻഷനായി നിശ്ചയിച്ചിട്ടുള്ളത്. വിരമിച്ച നിരവധി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം, മരുന്ന്, വാടക, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ദൈനംദിന ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഈ തുക വളരെ കുറവാണ്. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം കാരണം പെൻഷൻകാർ വർഷങ്ങളായി വർധനവ് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ മിനിമം പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പുനഃപരിശോധിച്ചു വരികയാണ്. ചർച്ച ചെയ്യപ്പെടുന്ന പരിഷ്കരിച്ച ലെവലുകളിൽ 1500 രൂപ, 2000 രൂപ, 2500 രൂപ, 3000 രൂപ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അംഗീകരിക്കപ്പെട്ടാൽ ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ആവശ്യമായ സാമ്പത്തിക ആശ്വാസം ലഭിക്കും. EPS 95 പ്രകാരം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒരു ജീവനക്കാരൻ കുറഞ്ഞത് 10 വർഷത്തെ സേവനം പൂർത്തിയാക്കുകയും ജോലി സമയത്ത് EPFO വഴി സംഭാവന നൽകുകയും വേണം. പ്രതിമാസം 15000 രൂപ വരെയുള്ള ശമ്പളത്തിനാണ് പെൻഷൻ പ്രധാനമായും കണക്കാക്കുന്നത്. നേരത്തെ ഉയർന്ന പെൻഷൻ സംഭാവനകൾ തെരഞ്ഞെടുത്തിരുന്ന ജീവനക്കാർക്ക് ഇതിനകം തന്നെ മെച്ചപ്പെട്ട പെൻഷൻ തുകകൾ ലഭിക്കുന്നുണ്ടാകാം. ഇക്കാരണത്താൽ മിനിമം പെൻഷൻ വർധനവിൽ നിന്ന് അവർക്ക് വലിയ പ്രയോജനം ലഭിച്ചേക്കില്ല. നിലവിൽ ചെറിയ പ്രതിമാസ പെൻഷനുകൾ ലഭിക്കുന്ന താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്കാണ് ഏറ്റവും വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നത്. 15000 രൂപ വേതന പരിധിയിൽ സേവന വർഷങ്ങൾക്കനുസരിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 10 വർഷത്തെ സേവനമുള്ള ഒരു ജീവനക്കാരന് പ്രതിമാസം ഏകദേശം 2143 രൂപ ലഭിച്ചേക്കാം. ഓരോ ജീവനക്കാരൻ 30 വർഷം ജോലി ചെയ്താൽ പെൻഷൻ പ്രതിമാസം 6800 രൂപയിൽ കൂടുതലാകാം. പരമാവധി ശമ്പള പരിധിക്കടുത്ത് ഇതിനകം വരുമാനം നേടുന്ന ആളുകൾക്ക് പലപ്പോഴും 1000 രൂപയ്ക്ക് മുകളിൽ പെൻഷൻ ലഭിക്കുമെന്ന് ഇത് കാണിക്കുന്നു. അതിനാൽ 2500 രൂപയോ 3000 രൂപയോ പോലുള്ള വർധനവ് മാത്രമേ അവർക്ക് വലിയ വ്യത്യാസമാകൂ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.